നമ്മൾ പല രീതിയിലുള്ള അക്വേറിയംസ് കണ്ടിട്ടുണ്ടാവും. പല ഷേപ്പിലും പല രീതിയിൽ ആകൃതിയിലൊക്കെ ഉള്ള പല രീതിയിലുള്ള അക്വേറിയംസ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു യുണീക്ക് ഡിസൈൻ ആയിട്ടുള്ള ഒരു അക്വേറിയമാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വർക്ക്ഷോപ്പ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കൂട്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് ഡിസൈൻ ആയിട്ടുള്ള ഒരു അക്വേറിയമാണ്. ഇത് കൂടാതെ ഇത് നമ്മൾ ഫുള്ള് ഗ്ലാസ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ ഹാഫ് ടൈല് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഫ്ലോറിലൊക്കെ വീടുകളുടെയൊക്കെ ഫ്ലോറിൽ ഇടുന്ന ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പകുതി ഭാഗങ്ങളും ചെയ്തിരിക്കുന്നത്. സംഭവം ഇൻട്രോയിൽ കാണുമ്പോൾ തന്നെ വേറെ മൂഡ് ലുക്കാണ് സാധനം. നല്ല ഒരു അടിപൊളി ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ, കാരണം ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെയൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം ഈ ഒരു പരിപാടി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ നമ്മൾ ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ പുതിയ ടൈലൊന്നും വേണമെന്നില്ല, പഴയ എഡ്ജ് പൊട്ടിയ ടൈലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആവശ്യമുള്ള പീസ് മാത്രമായിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ടൈലുമ്പോൾ കുറച്ച് മാർക്കിങ്ങും കുറച്ച് കട്ടിങ്ങും ഉണ്ട്. ഇനി അപ്പോൾ നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത ടൈലിൻ്റെ സൈസ് അനുസരിച്ചാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ കട്ടിങ്ങൊക്കെ ഓപ്ഷനിലാണ്. നമുക്ക് കുറേ കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്ത് ഷേപ്പിലാണ് വരേണ്ടതെന്ന്. അപ്പോൾ അതനുസരിച്ച് അളവുകളൊക്കെ തീരുമാനിച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തതായിട്ട് ഒട്ടിക്കുന്ന പരിപാടിയിലേക്ക് ഒട്ടിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാണ്. അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് നമ്മൾ അക്വേറിയമൊക്കെ ഒട്ടിക്കുന്ന സിലിക്കോൺ എന്ന് പറയുന്ന പശയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത പീസുകളൊക്കെ ഒരു വലിയ ഫുൾ ആയിട്ടുള്ള കട്ട് ചെയ്ത അതേ ടൈലിൻ്റെ തന്നെ ഫുൾ പീസിലാണ് ഒട്ടിക്കുന്നത്. ഫുൾ പീസാണ് നമ്മൾ അടിയായിട്ട് ഇടുന്നത്, പ്ലാറ്റ്ഫോമായിട്ട് ഇടുന്നത്. പിന്നെ ഒട്ടിക്കുമ്പോൾ ടൈലിൻ്റെ ഈ ഗ്ലേസിംഗ് ഉള്ള മിനുസമുള്ള ഭാഗം അകത്തും ഈ ഗ്രിപ്പുള്ള ഭാഗം പുറത്തുമായിട്ട് വേണം ഒട്ടിക്കാൻ. ഗ്ലാസ് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗ്ലാസ് കട്ടിങ്ങിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് ഞാൻ കാർഡിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള അളവിൽ ഗ്ലാസ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത ഗ്ലാസ്സൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിലുള്ള മണ്ണെണ്ണയുടെ അംശമൊക്കെ മാറുന്നവരെ ക്ലീൻ ചെയ്യുക. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇതിൻ്റെ എഡ്ജൊക്കെ ഷാർപ്പ്നെസ് ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിനി കട്ട് ചെയ്ത ഗ്ലാസ്സുകളൊക്കെ ഇതിലേക്ക് ഒട്ടിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം.
അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇനി ഇതൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇത് സാധാരണ ബ്രഷ് കൊണ്ട് അടിക്കുന്നത് ഇന്ന് മാറ്റിയിട്ട് നമ്മളൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ അടിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്നതിലും എളുപ്പത്തിൽ അടിക്കാൻ പറ്റുന്നുണ്ട്. കാരണം പെയിൻറ്റ് ഒലിക്കാതെ നല്ല ഫിനിഷിംഗ് ആയിട്ടൊക്കെ പെയിൻറ്റ് ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വെറുതെ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടൊരു ഭംഗിയില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പാറ്റേൺ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. പെയിൻറ്റിങ് ഒക്കെ ഞാൻ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു 24 മണിക്കൂർ വെക്കണം, ആ പശയുടെ ഒക്കെ ഒരു എഫക്റ്റ് പോകാനായിട്ട്. അതിന് ശേഷം മീനിടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം ഫുള്ള് വെള്ളം നിറച്ചിട്ട് ആ വെള്ളം ഫുള്ള് ക്ലീൻ ചെയ്ത് അപ്പോൾ നമ്മുടെ അക്വേറിയം അതിൻ്റെ കൂടെയുള്ള ഈ വെർട്ടിക്കൽ അക്വേറിയം നമ്മൾ പെയിൻ്റ് അടിച്ച് പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിൽ ഒരു ദിവസം ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിന് ശേഷം ഇനി നമുക്ക് ഇതിലുള്ള ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനുകളും അതിന് ശേഷം നമുക്കിതിലേക്ക് മീനിന് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഫുള്ളായിട്ട് തന്നെ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളം നിറച്ച ശേഷം നമുക്ക് ഇനി ഈ വെർട്ടിക്കൽ അക്വേറിയത്തിലേക്കാണ് വെള്ളം നിറക്കേണ്ടത്. അപ്പോൾ ഈ അക്വേറിയത്തിൻ്റെ ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അക്വേറിയത്തിൻ്റെ വാട്ടർ ലെവലിലും താഴെ നിൽക്കണം ഈ വെർട്ടിക്കൽ അക്വേറിയത്തിൻ്റെ ഗ്ലാസ്. അത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം നിറക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു ട്യൂബ്, സാധാരണ അക്വേറിയത്തിലേക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു ട്യൂബാണ്. ഈ ട്യൂബ് ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കൂടെ മോൾ ഭാഗം വരെ ഇങ്ങനെ കടത്തി വെക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ അടുത്ത അറ്റത്ത് ഇതിനുള്ളിലുള്ള എയർ വലിച്ച് പുറത്തേക്ക് കളയണം. അതായത് ഈ അടുത്ത അറ്റം നമ്മൾ വായിൽ വെച്ച് അകത്തേക്ക് എയർ വലിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം പയ്യെ പൊങ്ങി പൊങ്ങി ഇതിൻ്റെ ടോപ്പ് വരെ വന്ന് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അക്വേറിയത്തിൻ്റെ വീഡിയോ എല്ലാ സുഹൃത്തുക്കളും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. ആൻഡ് ഓൾസോ എൻ്റെ ചാനലും സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കണം. ഇതുപോലത്തെ അടിപൊളി വീഡിയോകൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഞായറാഴ്ച അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.